എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഞായറാഴ്ചയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്നുള്ള കൊച്ചി ക്ലാസ് നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് നമുക്ക് ലൈവ് ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല. കാരണം ഇപ്പോൾ യാത്രയുടെ സമയമായതുകൊണ്ട് കുറച്ച് ഓഫീസിലെ പണികളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് ലൈവ് ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല. പകരം ക്ലാസ് ഉണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യം എന്നുള്ള കോച്ചിങ് ക്ലാസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പേ നാളത്തേക്കുള്ള യൂട്യൂബ് വീഡിയോ ഒന്ന് ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ സെഷനിൽ വന്നിരിക്കുന്നത്. ഇത് റെക്കോർഡിംഗ് ആണ്, യൂട്യൂബ് വീഡിയോക്ക് വേണ്ടി മാത്രമുള്ള റെക്കോർഡിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവരെല്ലാവരും നാളെ രാവിലെ യൂട്യൂബ് വീഡിയോ കാണുക. അതിലൂടെ കാണാതിരിക്കരുത് എന്ന് എഴുതിട്ട്. അപ്പൊ നാളത്തെ ക്ലാസ് അതുപോലെ തന്നെ നാളെ കൊച്ചിയിലായിരുന്നു അയക്കുന്നതുകൊണ്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. എങ്കിലും ഒന്ന് ലൈവ് പറ്റുമെങ്കിൽ വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ നാളെ ലൈവിൽ ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും കൊച്ചി പ്രോഗ്രാം രാവിലെയും ഉച്ചയ്ക്ക് രണ്ടു നേരം ചെറിയ ലൈവ് ഫുള്ളായിട്ട് പറ്റില്ല. അവിടെ നെറ്റ്വർക്കിന്റെ വിഷയങ്ങൾ ഉണ്ടായാൽ പറ്റില്ല. എന്നാലും ലൈവ് പ്രോഗ്രാം ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്. ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഈ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ യാത്രയിൽ കണ്ടു എന്ന് പലരും പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് പലരും പല സന്ദർഭങ്ങളിൽ പറയുകയുണ്ടായി. അവരവരെ എന്റെ ജീവിതത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഹാപ്പിനെസ് മാസ്റ്ററുടെ ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം ജീവിതത്തിൽ മനോഹരമായ മാറ്റങ്ങൾ എനിക്ക് വന്നിരിക്കുന്നു സാറേ എന്ന് പലരും പറഞ്ഞു. സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. കാരണം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ തട്ടുന്നുണ്ട്, മനസ്സിൽ എവിടെയോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നറിയുന്നതിൽ ആത്മാർത്ഥമായ ദൈവത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ പരശക്തിയുടെ പ്രാധാന്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നു എന്നറിയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് എല്ലാവരുടെ ജീവിതത്തിൽ അനന്തമായ മാറ്റം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കുക എന്നതാണല്ലോ നമ്മുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ചോദ്യം. എന്റെ ജീവിതത്തിൽ മാറ്റമാണോ സംഭവിക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാക്കാൻ എന്താണ് നല്ല മാറ്റമാണോ അല്ലയോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. അതിന് നമ്മൾ ഇന്ന് പറയുന്ന ഒരു രീതി നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ മാറ്റം വരാൻ പോകുന്നു എന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പറയാൻ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ചിന്താഗതിയിൽ നിന്ന് മാറിയ ചിന്താഗതികൾ നമ്മളിലേക്ക് വരുന്നു എന്നതിൽ നിന്ന് കൂടിയാണ്. അതായത് നിലവിൽ ഇപ്പോൾ നമ്മൾ എല്ലാത്തിനെയും സംശയദൃഷ്ടിയോടെ അല്ലെങ്കിൽ പരാതികളോടെ കണ്ടിരുന്ന നമ്മൾ പരാതികളല്ല ജീവിതത്തിൽ. ഇന്നൊരാളിനോട് ഒരു വോയിസ് മെസ്സേജ് അയക്കി പറയുണ്ടായി, സാറേ ക്ലാസ്സിൽ വന്നതിന് ശേഷം, അതായത് ഡിസംബർ 16-ാം തീയതി മുതലാണ് ഞാൻ ക്ലാസ് വരാൻ തുടങ്ങിയത്. സ്ഥിരമായി യൂട്യൂബ് മറ്റു ക്ലാസ്സും ലൈവ് ക്ലാസ്സും വരാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ കയ്യിൽ ഒന്നുമില്ല, എങ്ങനെ ജീവിക്കും, മുന്നോട്ട് പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ അതിനുശേഷമാണ് റിയലൈസ് ചെയ്തത് എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന്. കാരണം അച്ഛനമ്മമാർ ഉണ്ടാക്കി തന്നതിന് സ്വത്ത് ഒരുപാടുണ്ട്, നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഇല്ല എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പിന്നെയാണ് ക്ലാസ് വന്നതിന് ശേഷമാണ് എനിക്കതൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയതും ആ മനസ്സിലാക്കൽ എന്റെ വലിയ റിയലൈസേഷൻ. അതുകൊണ്ട് ജീവിതം ഇപ്പൊ സന്തോഷപൂർവ്വം പോയിക്കൊണ്ടിരിക്കുന്നു എന്നും അവർ പറയുകയുണ്ട്. അപ്പൊ അത് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പോകുന്ന വഴി ശരിയാണ് എന്ന് മനസ്സിലാവുക. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക. ഞാൻ എന്റെ തന്നെ ജീവിതത്തെ കണക്ട് ചെയ്ത് പലപ്പോഴും പറയും. ഞാൻ നിത്യവും ഞാൻ പറയും, കുറച്ചു കാലം മുമ്പേ ഈ യാത്രയിലേക്ക് കടന്നു പോകുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ, എങ്ങനെയായിരിക്കും എന്നൊന്നും ഒരു പിടിയിലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാമായിരുന്നു, യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള വായനയും എഴുത്തും ഒക്കെ ചെയ്യുമ്പോൾ അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നെങ്കിലും എനിക്കൊരു പുഞ്ചിരിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളത്. ആ യാത്ര കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ചില ന്യൂമറോളജി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഈ ഏഞ്ചൽ നമ്പറുകളെ പറ്റി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അത് എന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ എന്ന്. പിന്നെ അത് കുറച്ചും കൂടി അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചപ്പോൾ ഈ നമ്പറുകളെ മായാ ലോകത്തെ പറ്റി ഞാൻ അറിയുകയും
ആ മായാലോകം ജീവിതത്തെ മാറ്റിപ്പെടും. പിന്നെ അതിനുശേഷം ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റമായിരുന്നു. ചിത്രശലഭങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ പൂക്കളെ കാണുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുന്നത്, ഒരു റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതിന്റെ ഇതളുകളെ എണ്ണിക്കൊണ്ട് അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നടക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു ദിവസം മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇപ്രാവശ്യം ഊട്ടി പോയപ്പോൾ അത് ഇരുന്ന് എണ്ണി നമ്മൾ മനസ്സിലാക്കിയത് ഓരോ പൂക്കളും എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം. അതുപോലെ ഇന്ന് പറയാൻ വരുന്നത് യൂണിവേഴ്സലായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനോഹരങ്ങളായ മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ തെളിവ് എന്താണെന്നുള്ളതാണ്. ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് പലപ്പോഴും മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയില്ല എങ്കിലും സാങ്കേതികപരമായി പ്രപഞ്ചത്തിന്റെ രൂപത്തിൽ, ചില പ്രപഞ്ച സൂചനകളുടെ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും അതിന് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാൻ നമ്മൾ സജ്ജരാകുമ്പോൾ ജീവിതത്തിലെ പുതിയ വാതായനങ്ങൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കുന്നു എന്നതാണ് പ്രത്യേകത. ഒന്നുകൂടി പറയാം, അത് മനസ്സിലാക്കാൻ നമ്മൾ സജ്ജരാകുമ്പോൾ ജീവിതത്തിലെ പുതിയ കാതലായ സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ സന്ദർഭങ്ങൾ പലപ്പോഴും പലർക്കും അനുഭവിച്ചിട്ടുള്ളതാണ്, പക്ഷെ നമ്മൾക്കത് മനസ്സിലായിട്ടില്ല എന്നത് മാത്രമാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക, ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ചാനൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടോ നോക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാകുന്ന വീഡിയോ കാണുന്നത്. അത് മറക്കാതെ ചെയ്തു പോകുക. പിന്നെ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. മറ്റു കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അഡ്മിന്റെ നമ്പർ താഴെ കൊടുത്തിട്ടൊന്ന് വിളിച്ചു ചോദിക്കുക. എനിക്ക് എന്നെ ഒന്ന് മാറ്റപ്പെടണം, എന്റെ വിഷയം ഇതാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു മറുപടി പറയും. അത് കൃത്യമായി ഇന്ന് എനിക്ക് ദുബായിൽ നിന്നുള്ള ഒരാള് ഫോൺ ചെയ്ത് മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു. അവർ നല്ല ജോലിയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്ന ആളാണ്. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോയി. പിന്നെ രണ്ടാമത് കുറേ ശ്രമിച്ചതിന് ശേഷം ജോലി കിട്ടിയത് മുമ്പേ കിട്ടിയ ശമ്പളത്തിന്റെ പകുതിയിൽ താഴെ ശമ്പളത്തിനാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് സാറേ എന്ന് ചോദ്യം ഉണ്ടായിരുന്നു. മറുപടിയുണ്ട്. കൃത്യമായി നമുക്ക് അതിനേക്കാളും ശമ്പളമുള്ള ജോലിയിലേക്ക് പോകാൻ പറ്റും. അത് ഉടനെ തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ, നിങ്ങൾ ഓരോന്നും ലക്ഷ്യത്തിലേക്കുള്ള കോഴ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് അഡ്മിനെ വിളിച്ചോളൂ, സംസാരിച്ചോളൂ, ക്ലിയർ ആയി പറഞ്ഞു തരും. അല്ലെങ്കിൽ യൂട്യൂബിൽ താഴെ കമന്റ് ചെയ്താൽ, നിങ്ങളുടെ വിഷയം എന്താണ് കമന്റ് ചെയ്താൽ നമ്മൾ ആരും അതിന് ഹെൽപ്പ് ചെയ്യാൻ സദാ തയ്യാറാണ്. ഫ്രീ ക്ലാസ്സുകൾ എല്ലാ ദിവസവും ഉണ്ട്, പെയ്ഡ് ക്ലാസ്സുകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനോഹരമായ മാറ്റം വരാൻ പോകുന്നു തയ്യാറായവർ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് തയ്യാറായവർ താഴെ ഒന്ന് ഐ ആം റെഡി ആൻഡ് ഹാപ്പി എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഐ ആം റെഡി ഹാപ്പി എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ തന്നെ പെട്ടപ്പെടാന്ന് കമന്റ് ചെയ്തോളൂ. എന്നാൽ മാത്രമേ അത് പറയാൻ സുഖമുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ആത്മീയമായ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ സംവിധാനത്തിലും ഒരു ഏഞ്ചൽ നമ്പർ, ഒരു ആശ്ചര്യകരമായ പ്രാധാന്യമുള്ള ഒരു ഏഞ്ചൽ നമ്പർ, അത് നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് പല രൂപത്തിൽ നമ്മൾ പ്രത്യക്ഷപ്പെടും. അതൊരു ഫോൺ ബില്ലിന്റെ രൂപത്തിലാവാം, ഫോൺ നമ്പറിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ സാധനം മേടിച്ച ബില്ലിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ അതിൽ കൊടുത്ത പേയ്മെന്റിന്റെ നമ്പർ ആവാം, വാഹനത്തിന്റെ നമ്പർ ആവാം, അല്ലെങ്കിൽ ക്ലോക്കിലെ സമയമാവാം. ഇങ്ങനെ ഏതായാലും ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ കണ്ടു, ഇന്നലെയും ഞാൻ കണ്ടു. ഞങ്ങൾ എല്ലാവരും കാണുന്നു, അഡ്മിന്മാരെല്ലാവരും കാണുമ്പോൾ ഞാൻ അപ്പം സ്ക്രീൻഷോട്ട് ചെയ്തിട്ടെടുക്കും. കാരണം വി ആർ ഗോയിങ് റൈറ്റ് വേ എന്ന് പറയാം. യുവർ മാനിഫെസ്റ്റേഷൻ ഇസ് ക്ലോസ്, ബി അലൈൻ, ഗെറ്റ് റെഡി എന്നാണ് ഈ സന്ദേശം പറയുന്നത്. അതായത് യുവർ മാനിഫെസ്റ്റേഷൻ ഇസ് ക്ലോസ്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വളരെ അടുത്തുകൊണ്ട് വരുന്നു. ബി അലൈൻഡ്, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ പാകപ്പെടുക, തയ്യാറാവുക എന്ന സന്ദേശം നൽകുന്ന നമ്പറാണ് 111 എന്നുള്ളത്. 4 ഒന്നുകൾ നിങ്ങൾ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ സ്പിരിച്വലി ആയിട്ട് എവേക്കൻ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ആത്മീയ തലത്തിലേക്ക് നിങ്ങൾ ഉയരാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അത് പ്രപഞ്ചത്തോടുള്ള നിങ്ങളുടെ ബന്ധം അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ഹയ്യർ സെൽഫുമായി, ഏഞ്ചലുമായി, യൂണിവേഴ്സുമായി നിങ്ങൾ സിങ്ക്രോണൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണ് സിങ്ക്രോണൈസ് ചെയ്യുന്നത്? നിങ്ങളുടെ തോട്ട്സ് ശരിയായ രൂപത്തിലാണ് എന്ന് ആണ് അതിന്റെ അർത്ഥം. ലോകപ്രശസ്തനായ ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ഗാർബിലോ ബ്രിനിസ്റ്റൻ പറയുന്നത് ഇങ്ങനെയാണ്: When I started seeing 11 every day, I knew I was no longer thinking alone. The universe had taken the wheel. ഞാൻ എന്നാണോ
11:11 കാണാൻ തുടങ്ങിയത് അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കല്ല, ഈ എൻറ്റയർ യൂണിവേഴ്സ് എൻ്റെ കൂടെ വളയം തിരിക്കാനായിട്ടുണ്ട് എന്ന്. നിങ്ങൾക്കും ഇത് അനുഭവമുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ 11:11? എങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഞാൻ കാണുന്നു. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണും, ഞാൻ ഈ എന്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് 11:11 ആയിരിക്കാം. യു ആർ ലക്കി മാൻ. നിങ്ങൾ ലക്കിയാന്ന് അവിടെ തന്നെ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ഞാൻ സംസാരിച്ച് ഈ പാട്ട് ചിലപ്പോൾ എനിക്കറിയില്ല എത്ര സമയം എടുത്തു എന്നുള്ളത്, ഈ വീഡിയോന്റെ ലെങ്ത് 11:11 ആവാം. അങ്ങനെ പലതും അതൊക്കെ ആക്ച്വലി സംഭവിക്കുന്നതാണ്. നമുക്ക് പർപ്പസിൽ ചെയ്യാനുള്ള കാര്യമേ അല്ല. അതുകൊണ്ട് ഇപ്പൊ എത്ര സമയം എടുത്തു എന്നൊന്നും എനിക്കറിയില്ല വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എനർജിയുമായി സജ്ജമാകുന്നു എന്നതിന്റെ തെളിവാണത്. അലൈൻഡ് വിത്ത് യുവർ മാനിഫെസ്റ്റേഷൻ എനർജി, അതിന് തയ്യാറാവുക. എന്താണ് 11:11 കാണുന്നത്? നിങ്ങളുടെ ആഗ്രഹം, ഗോൾസ്, ഡ്രീംസ്, ഇന്റൻഷൻ മാനിഫെസ്റ്റേഷൻ സൂണിലേക്ക് കടക്കുകയാണ് എന്നതിന്റെ സൂചനയാണ്. ലോ ഓഫ് വൈബ്രേഷൻ പ്രകാരം നിങ്ങൾ ഇപ്പോൾ റൈറ്റ് ഫ്രീക്വൻസിയിലാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ലോ ഓഫ് വൈബ്രേഷൻ യൂണിവേഴ്സിൽ കുറെ നിയമങ്ങളുണ്ട് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് ഫോക്കസ്, ലോ ഓഫ് കർമ്മ, അങ്ങനെ കുറെ സംഭവമുണ്ട്. അപ്പൊ ലോ ഓഫ് വൈബ്രേഷൻ പ്രകാരം നിങ്ങൾ ഇപ്പൊ റൈറ്റ് ഫ്രീക്വൻസിയിലായിരിക്കുന്നു എന്നതാണ്. ഇനി നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അലൈൻഡ് ചെയ്ത് പോയാൽ മതി. ഞങ്ങളുടെ ഗുരു ജോ ഡിസ്പെൻസ പറയുന്ന ഒരു കാര്യമുണ്ട്, വെൻ തോട്ട്സ് ആൻഡ് ഇമോഷൻ ആർ അലൈൻഡ് വിത്ത് എനർജി, റിയാലിറ്റി ബെൻസ് ടു യുവർ ഇന്റൻഷൻ. നിങ്ങളുടെ ഇമോഷൻസ് തോട്ട്സും ഇമോഷൻസും എനർജിയുമായി അലൈൻ ചെയ്യുമ്പോൾ റിയാലിറ്റി, നിങ്ങളെ ഇന്റൻഷന്റെ റിയാലിറ്റി ബ്ലെൻഡഡ് ആയി കഴിയുന്നു എന്നുള്ളതാണ്. ഇതാണ് 11ന്റെ അടയാളം എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതായത് നിങ്ങൾക്കത് സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ നമുക്ക് മറ്റൊരു രൂപത്തിൽ ദ ഗേറ്റ് വേ ഓഫ് 11:11 എന്ന് പറയുന്നത് എന്താണ്? ഗേറ്റ് വേ ഓഫ് 11 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ അവസരങ്ങളെ, ബന്ധങ്ങളെ, ബിസിനസ് ഐഡിയകളെ, ആത്മീയമായി നിങ്ങൾ ചെയ്യുന്ന വിദ്യകളെയൊക്കെ രണ്ടും തുറന്നു തരുന്നു എന്നുള്ളതാണ്. ഓപ്പൺ ആവുന്നു എന്ന് നിങ്ങൾക്ക് മറ്റൊരു രൂപത്തിൽ പറയാം. മാട്രിക്സ് സിനിമ കണ്ടവരുണ്ടെങ്കിൽ പറയാം. സിനിമയിലെ ഓനോക്ക് 2 വഴികൾ അവിടെ കാണിച്ചു കൊടുക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സിനിമയിൽ പറയുന്ന 2 വഴിയുണ്ട്. എന്താണ്? ഒരു ചുവന്ന പരവതാനി വിരിച്ച വഴിയും ഒരു നീല ഇതുണ്ട്. 2 ഗുളികകളാണ് കിട്ടുന്നത്. ഏത് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ. അതിൽ ഏത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധേയപൂർവ്വം അത് കാണാത്തവർ നോക്കണ്ട. അവിടെ അങ്ങനെ ഒരു പ്രോസസ് ആ സിനിമക്കത്തുണ്ടായിരുന്നു. അപ്പൊ 4ാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ട്രസ്റ്റ് ദ പ്രോസസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രസ്റ്റ് ദ പ്രോസസ്. ഇതാണ് പലരും വിട്ടുപോകുന്നത്. ആൾക്കാർക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ആ പ്രോസസ്സിന് അതിനോട് ട്രസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഡിവൈൻ ടൈമിങ് ഈസ് ആക്റ്റീവ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഡിവൈൻ പ്ലാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഫെയ്ത്ത് ടെസ്റ്റിന്റെ ക്രൂഷ്യൽ ഘട്ടത്തിലാണ് എന്നുള്ളത്. അവിടെ ശ്രദ്ധാപൂർവം നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ടാവരുത്, കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഫിയർ ഉണ്ടാവരുത്. വിൽ സ്റ്റാർട്ട് വാനിഷിങ് ഇഫ് യു ട്രസ്റ്റ് ഇസ് ബിക്കം സയൻസ്. നിങ്ങളുടെ ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ റെഡിയായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ഡൗട്ടുകളോ അല്ലെങ്കിൽ മറ്റു ഫിയറുകളോ കൺഫ്യൂഷൻസോ ഇല്ലാതെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദാറ്റ്. ഇതാണ് ഇതിന്റെ സൈൻ എന്ന് പറഞ്ഞത്. പൗലോ കോലോയുടെ അൽക്കമിസ്റ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം 111 പോലുള്ളൊരു ഓരോ നിമിഷത്തിലും കാണുമ്പോൾ യൂണിവേഴ്സിന്റെ ഭാഷ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കൈ, ഓർമ്മയുണ്ടല്ലോ, ആ കൈമുദ്രയിലെ കയ്യിൽ എഴുതി വെച്ച സ്വപ്നം സാക്ഷാത്കരിച്ചത് എന്നുള്ള ആ പുസ്തകം ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ 11 കാണുന്ന 1111 കാണുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഒറ്റ കാര്യമാണ് നിങ്ങൾ വാട്ട് ടു ഡു വെൻ യു സീ 1111. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ഗുണം കിട്ടില്ല എന്ന് പറഞ്ഞ 4 കാര്യങ്ങൾ മാത്രം പറയുക. 1, നന്നായിട്ട് ആത്മാർത്ഥ ശ്രദ്ധാപൂർവം ഇരിക്കുക. മനസാക്ഷിയെ കേൾക്കുക. ഡോണ്ട് ഇഗ്നോർ യുവർ ഇൻട്യൂഷൻ. അകത്ത് നിന്ന് ചില സത്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ പറയും, അതിന് ശ്രദ്ധാപൂർവം കേൾക്കുക. ബിക്കോസ് അകം കറക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഡോണ്ട് ഇഗ്നോർ ഇൻട്യൂഷൻ. മനസാക്ഷിയെ കേൾക്കുക. 2ാമതായി അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. ഐ ആം റെഡി ടു റിസീവ് മൈ മിറാക്കിൾസ് അലൈൻ വിത്ത് ലവ്, അബൻഡൻസ് ആൻഡ് പർപ്പസ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ പർപ്പസുമായി അലൈൻ ചെയ്തിരിക്കുന്നു. ഐ ആം റെഡി ടു റിസീവ് മൈ മിറാക്കിൾ, ഐ ആം അലൈൻഡ് വിത്ത് ലവ്, അബൻഡൻസ് ആൻഡ് പർപ്പസ് എന്നുള്ള അഫർമേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. ജേണൽ എഴുതുക. 3ാമത് ജേണൽ എഴുതുക. എന്നിട്ട് അതിനുശേഷം എഴുതുക നിങ്ങൾ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആ വാക്കുകളും എനർജിയും കൃത്യമായി എഴുതി വെക്കുക.
നാലാമത്തെ കാര്യം ടേക്ക് അലൈൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞ് ഒരു ചെറിയ പടിയെങ്കിലും ആഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാൽവെപ്പ് നടത്തുക എന്നത്. ദാറ്റ്സ് ഹൗ മാനിഫെസ്റ്റേഷൻ ആങ്കറിങ് എന്ന് പറയുന്ന കാര്യം. നമ്മൾ സ്റ്റെപ്പ് എടുക്കുക, വെറുതെ ഇരിക്കല്ല. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തനം തുടങ്ങുക. യു ആർ ഓൺ റൈറ്റ് പാത്ത് എന്ന് പറയുന്നത്. നീ വേഗത്തിൽ വളരുകയാണ്, പക്ഷേ സാവധാനത്തോടെ ശ്രദ്ധിക്കുക എന്ന് മറക്കാതിരിക്കുക. നീ ഉണരുകയാണ്, പുതിയ കാതലുകൾ തുറക്കാനായി ഉണരുകയാണ്. ഒന്നുകൂടി പറയാം, മുന്നറിയിപ്പാണ്. നീ വേഗത്തിൽ വളരുകയാണ്, പക്ഷെ സാവധാനത്തോടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. യെസ്, യുവർ ലൈഫ് ഈസ് അബൌട്ട് ടു ചേഞ്ച്. ബി കോൺഷ്യസ്, ബി റെഡി, ബി ഗ്രേറ്റ്ഫുൾ എന്ന വാക്യം മറക്കാതിരിക്കുക. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളുമാണ് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനായി പണിയുക. കാരണം ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അതിനായി തയ്യാറായിക്കൊള്ളുക. മെഡിറ്റേഷൻ പോലുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകുക എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് സെഷൻസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുക. മാറ്റം വരുന്നു, അതിന്റെ തുടക്കം നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പോലും സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഈ വീഡിയോ കാണാനുള്ള യോഗം പോലും ഉണ്ടാവില്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.